തുടരും. കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും ഞാൻ പടം കണ്ടു. ഈ ഒരു പടം കണ്ടിട്ട് നമുക്ക് ഉറപ്പിച്ച് പറയാം നമ്മുടെ പഴയ മോഹൻലാൽ തിരിച്ചു വന്നു. പക്ഷേ എമ്പുരാനിലൂടെ മോഹൻലാൽ നേരത്തെ തിരിച്ചു വന്നില്ലേന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മറുപടിയുണ്ട്. കാരണം എമ്പുരാൻ സിനിമയിൽ മോഹൻലാലിന് നേരാവണ്ണം സംസാരിക്കാൻ കൂടി ഒന്നും ഉണ്ടായിട്ടില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. ഈ ഒരു പടം ഇത് മോഹൻലാലിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അഴിഞ്ഞാട്ടം എന്ന് വേണ്ടിക്ക് നമുക്ക് പറയാം. ഞാൻ ഒരു മോഹൻലാലിൻ്റെ ഒരു കടുത്ത ആരാധകനാണ്. എന്നെ സംബന്ധിച്ച് മോഹൻലാലിൻ്റെ ഇതുപോലത്തെ ഒരു പടം കണ്ടിട്ട് എത്ര കൊല്ലായി എന്നറിയാം. സത്യം പറഞ്ഞാൽ ഞാൻ ഒരു പടം കണ്ടിട്ട് കരഞ്ഞു ഗൈസ്. സത്യം നല്ലോണം കരഞ്ഞു. ആദ്യം ഈ ഒരു സിനിമയുടെ ഡയറക്ടറെ കുറിച്ചാണ് നമ്മൾ പറയേണ്ടത്. തരുൺ മൂർത്തി. ഹാറ്റ്സ് ഓഫ് യു സാർ. ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. ഈ പണി അറിയാവുന്ന ആളെടുക്കുക സാധനം കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്. പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടത് നമ്മുടെ മോഹൻലാലിന്റെ ആക്ടിങ്, പ്രധാനമായിട്ടും മോഹൻലാലിന്റെ കണ്ണ്. ആ ഒരു കണ്ണ് കാണുമ്പോൾ തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും ആ ഒരു വികാരം എന്താണെന്നുള്ളത്. മോഹൻലാലിന്റെ തന്നെ ഒരുപാട് ഫൈറ്റ് സീൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് തരുന്ന ആ ഒരു ഇമ്പാക്റ്റ് ഇല്ലേ, ആ ഒരു രോമാഞ്ചം, അത് വേറൊരു പടത്തിന് ഇതുവരെ തരാൻ വേണ്ടി പറ്റിയിട്ടില്ല. എൻ്റെ ലാലേട്ടാ, നിങ്ങളെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ കേട്ടാ.